അനുയോജ്യമായിട്ടുള്ള വരാൻ പോകുന്ന ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു അവസരമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഗവൺമെൻറ് തന്നെ, കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ശരി, സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും ശരി, വളരെയധികം പരിപോഷിപ്പിച്ചുകൊണ്ട്, വളരെയധികം പ്രോത്സാഹനം നൽകിക്കൊണ്ട്, വളരെയധികം എഫർട്ട് ഇട്ടുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പോഷക ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ. പോഷക ദാരിദ്ര്യം ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രോഗാണുക്കൾ പരത്തുന്ന രോഗങ്ങളല്ല, പകരം ജീവിതശൈലി രോഗാവസ്ഥകളാണ്. ഇവയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പണ്ടൊക്കെ TB, വില്ലൻ ചുമ, ഡിഫ്തീരിയ ഇതൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മരുന്നുണ്ട്, രോഗത്തെ മാറ്റാൻ പറ്റും. പക്ഷെ ഇന്ന് നമുക്ക് രോഗാവസ്ഥകളാണ്, ഇവയ്ക്ക് മരുന്നില്ല. ഷുഗറിന് മരുന്നില്ല, പ്രഷറിന് മരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് പ്രവർത്തന ഉതകുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പോഷകാംശങ്ങളും ലഭിക്കുന്നില്ല. ഈ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം തന്നെ ഈ പോഷക ദാരിദ്ര്യത്തിന്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കുകയും എന്താണ് അതിനുള്ള പരിഹാരമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് മില്ലറ്റുകൾ, ചെറുധാന്യങ്ങൾ, ഈ മില്ലറ്റുകൾ മനുഷ്യനിൽ നിന്നും അപ്രസക്തമായിരിക്കുകയാണ്. പുരാതന മനുഷ്യന് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കാർക്കും ഈ പറഞ്ഞിട്ടുള്ള സിസ്റ്റോ, യൂട്രസിലെ സിസ്റ്റ് പോലെയുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാത്ത അവസ്ഥകളോ, അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവരുടെ ആഹാര രീതി എന്തായിരുന്നു എന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതി. അവരുപയോഗിച്ചിരുന്നത് നല്ല മില്ലറ്റുകളാണ്, ചെറുധാന്യങ്ങളാണ്. ഇപ്പോഴും പല ആദിവാസി ഊരുകളിൽ ഈ മില്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളിൽ നിന്ന് അന്യം നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ സമയമില്ലായ്മയാണ്. ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ എറണാകുളത്തേക്കൊന്ന് വൈകുന്നേര സമയത്ത് കയറി കഴിഞ്ഞാൽ, ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ, ആ ട്രെയിനകത്തിരുന്നുകൊണ്ട് വീട്ടമ്മമാർ പച്ചക്കറി അരിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാവിലത്തേക്കുള്ള സാമ്പാറിന് വേണ്ടി. അപ്പം അവർക്ക് സമയമില്ലായ്മ ഒരു പ്രശ്നമാണ്. അപ്പം ഈ മില്ലറ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 9 പരം മില്ലറ്റുകളുണ്ട്. അതിൽ 3 പരം മില്ലറ്റുകൾ, ഇപ്പോൾ റാഗിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള 6 തരത്തിലുള്ള മില്ലറ്റുകൾ അതിനെ തയ്യാറാക്കേണ്ടുന്ന രീതിക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇതിലൊരു കട്ടുണ്ട്. ഈ കട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് 8 മണിക്കൂർ കുതിർത്ത് അതിനനുസരിച്ച് അത് ഒന്നെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാൻ അരിപ്പൊടിയോടൊപ്പമോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോടൊപ്പമോ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ അതിനെ കുതിർക്കാൻ വെക്കാനും അതിനെ പ്രോസസ്സ് ചെയ്ത് ഈ രീതിയിൽ ഉള്ള ഒരു ആഹാര സാധനമാക്കി മാറ്റാനുമുള്ള വീട്ടമ്മമാരുടെ മടി. മറ്റൊന്ന്, ഇതിൻ്റെ ടേസ്റ്റിന് അല്പം വ്യത്യാസമാണ്. ഇപ്പം പഞ്ഞിപ്പുല്ലാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കുറുക്കി കൊടുത്താൽ അവർ ഒരുപക്ഷെ കുറുക്കി കുടിക്കണമെന്നില്ല, കാരണം ഭയങ്കരമായിട്ടുള്ളൊരു ചവർപ്പ് ടേസ്റ്റ് വ്യത്യാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ടേസ്റ്റിനോടാണ് വളരെ പ്രിയം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നം കാരണം ഇവർ പതുക്കെ അകന്ന് മാറ്റി. മാത്രമല്ല ഇതിനകത്തിലെ ഗുണഗണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാർ, പഴമക്കാരൊക്കെ മരിച്ചുപോയി, പല ആൾക്കാർക്ക് ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇത് ഉപയോഗിക്കാതെ മാറ്റി നിർത്തിയത്. എന്നാൽ ഗവൺമെന്റ് ഇതിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പഠനം നടത്തുകയും ഇപ്പോഴത്തെ മനുഷ്യന്റെ പ്രശ്നം, ആരോഗ്യമുള്ള ഒരു സമ്പൂർണ്ണമായ ജനത ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. രാജ്യത്തിന്റെ വരുമാനം മീൻസ് ഓരോ പൗരന്റെയും വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ആണ് രാജ്യത്തിന്റെ ഉന്നമനം. പക്ഷേ ഓരോ പൗരനും ആരോഗ്യമുണ്ടെങ്കിലേ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വരുമാനത്തിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഓരോ പൗരനും പോഷക ദാരിദ്ര്യം കാരണം ജീവിതശൈലി രോഗങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് ഈ രാജ്യം അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിന് ഒരിക്കലും ഉന്നമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അവിടെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നം എന്താണെന്നുള്ള പഠനം നടക്കുകയും 2023 ലോകവ്യാപകമായിട്ട് മില്ലറ്റിനെ കുറിച്ചുള്ള സാധ്യതകൾ നമ്മുടെ രാജ്യം തന്നെ മുന്നോട്ടൊരു വലിയ ആശയമായി കൊണ്ടുവരികയും 2023 മില്ലറ്റ് ഇയറായിട്ട്, മില്ലറ്റിന്റെ വർഷമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ ഈ മില്ലറ്റിന് ഇനി ഒരു അനന്തമായ സാധ്യതയാണ്. ഇതൊരു റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മേഖല എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആ മില്ലറ്റിൽ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നം ജനങ്ങളിൽ നിന്ന് അന്യം നിൽക്കാൻ കാരണം ഇവരുടെ സമയമില്ലായ്മ, ഇതിനെ കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യേണ്ട രീതി പലർക്കും അറിയാത്തത്, അതിനെയൊക്കെ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ഞങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ മില്ലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റെഡി ടു കുക്ക്, അവർക്ക് റെഡി ആയിട്ട് രാവിലെ നമ്മൾ അരിപ്പൊടി കടയിൽ നിന്ന് മേടിക്കുന്നു, ഗോതമ്പ് പൊടി കടയിൽ നിന്ന് മേടിക്കുന്നു, അത് കൊണ്ടുവന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നു. അപ്പൊ ഇതാണ് അവർക്ക് ആവശ്യം. അത് മനസ്സിലാക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യണം. അത് പ്രത്യേകം
പറയുന്നതിൻ്റെ കാരണം അത് കൃത്യ രീതിയിൽ ക്വാളിറ്റിയോടുകൂടി തന്നെ പ്രോസസ്സ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായി ആക്കത്തക്ക വിധത്തിലുള്ള പൊടി രൂപത്തിൽ. ഇപ്പം പുട്ടാണെങ്കിൽ പുട്ട്, ദോശയെങ്കിൽ ദോശ, ഇടിയപ്പമെങ്കിൽ അല്ലെങ്കിൽ പൂരി, ചപ്പാത്തി, അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും അവർക്ക് റെഡി ടു കുക്കായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കും ഈ മില്ലറ്റ്സ്. മറ്റൊന്ന്, ഈ മില്ലറ്റ്സുകൾ ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ മില്ലറ്റുകളുടെ ഈ ഉൽപ്പന്നങ്ങൾ തമിഴ്നാടിനെ ബേസ് ചെയ്തുകൊണ്ട്, തമിഴ്നാട്ടിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, LLB കഴിഞ്ഞു, അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ആകാൻ വേണമെങ്കിൽ ആകാമായിരുന്നു, അഡ്വക്കേറ്റ് എന്നുള്ള തലത്തിലേക്ക് മാറിയിട്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് അദ്ദേഹം ഒരു കർഷകനായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ മില്ലറ്റുകളെ ആ ജനതയ്ക്ക് മുന്നിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് അത്ര കണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഭയങ്കരമായ രീതിയിലേക്കുള്ള ഇത് മാറ്റം വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ രാജ്യം കൂടി ഇതിന് വളരെയധികം ഒരു സപ്പോർട്ട് കൊടുത്തതോടുകൂടി ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ചെലവ് വർദ്ധിച്ചു, വളർച്ച. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങളും കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഉൽപ്പന്നം ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഡയറക്റ്റ് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഈ കേരളത്തിൽ തന്നെ ശക്തമാക്കിക്കൊണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ശക്തമാക്കിക്കൊണ്ട്, ഇന്ത്യക്ക് വെളിയിലേക്ക് ഇതിനെ എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഈ കമ്പനി വന്നിരിക്കുന്നത്. കമ്പനിയുടെ പേര് റൈറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ മില്ലറ്റ് മാജിക് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. മില്ലറ്റ് മാജിക് റൈറ്റ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാക്കി മാറ്റിയിരിക്കുക. അപ്പൊ അതിനെ ശക്തമായ രീതിയിൽ ഇതിനെ ക്വാളിറ്റിയോടുകൂടിയും ഏതൊരു മനുഷ്യനും ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ചെറിയ പ്രൈസ്, വളരെ ചെറിയ പ്രൈസോട് കൂടിയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആവശ്യം വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം, നമുക്ക് ഇപ്പോഴും ഹോസ്പിറ്റലുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ പ്രഷർ, ഷുഗർ, ക്യാൻസർ പോലെ എല്ലാ അസുഖങ്ങളും ഇപ്പോൾ ജീവിതശൈലീ രോഗങ്ങളാണ് കൂടുതൽ. തീർച്ചയായിട്ടും അതിന് ആവശ്യം വേണ്ട ഒരു സംഗതിയാണിത്. ഇപ്പോൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ ചെറിയ കുട്ടികൾക്ക്, പാല് കുടിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതുപോലത്തെ ധാന്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. നമ്മള് കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ആരോഗ്യം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള പ്രൊഡക്റ്റാണ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത്. എന്നാൽ മുതിർന്നവർക്ക് എന്ത് വശവും കഴിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു, പഴമക്കാർ. അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ചില പൊടിക്കൈകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളാണിത്. അത് കഴിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ അനിവാര്യമാണ്. എന്തായാലും ഈ ഒരു പ്രൊജക്ടിന്റെ, ഈ ഒരു ബിസിനസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം. സർ, ഇനി നമുക്കറിയേണ്ടത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയി കാണുന്ന ആളുകളാണ്. ഇപ്പോൾ യുണീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ആവശ്യം വേണ്ട പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനെ എങ്ങനെ ഒരു ബിസിനസ് തലങ്ങളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്കൊരു ഏർണിങ്സ് ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ചാനൽ വഴി ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്ന് പറയാമോ, ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി? തീർച്ചയായും പറയാം. അതായത് ഈ മില്ലറ്റുകൾക്കൊക്കെ, ഓരോ മില്ലറ്റുകൾക്കും ഓരോ പ്രത്യേകതര സ്വഭാവങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരല്പം വ്യത്യസ്തത ഉണ്ട്. ഉദാഹരണം ചാമ എന്ന് പറയുന്ന മില്ലറ്റിന്റെ ഒരു പ്രത്യേകത പ്രത്യുൽപാദന അവയവങ്ങളെ കറക്റ്റ് ചെയ്യും. മറ്റൊന്ന് മുറിവ് ഉണക്കാൻ. ഇപ്പൊ ഷുഗറൊക്കെ വന്നിട്ട് വർഷങ്ങളായിട്ട് മുറിവ് ഉണ്ടായിട്ട് അത് കരിയാതെ കാലും കൈയും മുറിച്ചു മാറ്റുന്ന അവസ്ഥ. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മുറിവ് ഉണക്കത്തക്ക വിധത്തിൽ ഈ ചാമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞ വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇന്ന് പല ആൾക്കാരും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. PCOD പോലെയുള്ള സ്ത്രീ സംബന്ധമായ പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹാരമായിട്ട് ഈ ചാമ വളരെ നല്ലതാണ്.
തിന എന്ന് പറയുന്ന മില്ലറ്റ് അത് കിളികൾക്ക് കൊടുക്കുന്ന സാധനമെന്ന് പറയാറുണ്ട്. പക്ഷെ ആ തിന നരമ്പ് ശുദ്ധീകരിക്കാൻ, നരമ്പിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകളെയൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുകളുള്ളതാണ്. ഇങ്ങനെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കുതിരവാലി എന്ന് പറയുന്ന ഒരു മില്ലറ്റ് വളരെ നല്ലതാണ്. അയൺ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റാഗി വളരെ നല്ലതാണ്. ഇത്തരത്തിൽ ഓരോ മില്ലറ്റുകൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സ്വഭാവ രീതികൾ ഓരോ മില്ലറ്റുകൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഇവയെ കറക്റ്റ് സമയത്ത് ജനങ്ങളിലേക്ക് കിട്ടുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അപ്പൊ ജനങ്ങളിലേക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്കുള്ള ബോധവൽക്കരണം കൊടുക്കാൻ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ അവർക്ക് സമയമില്ല. അത് അവരുടെ കുറ്റമല്ല, അവരുടെ സമയമില്ല. പിന്നെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാനൽ പോലെ ആ രീതിയിലുള്ള അവസരങ്ങളെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത് ജനങ്ങൾ ഇത് അവയർനെസ് ആയി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ് തന്നെ അവിടെ എത്തണമെന്നുമില്ല. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റു പ്രൊഡക്റ്റുകളുമായിട്ട് വ്യത്യസ്തപ്പെടുത്തുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ മനുഷ്യന്റെ ശരീര അവയവങ്ങളുടെ പ്രവർത്തനം പോലെയുള്ള ആരോഗ്യമല്ല ഇപ്പോഴത്തെ മനുഷ്യ ശരീരത്തിനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഇപ്പം ആവശ്യമുള്ള കാൽസ്യം അല്ലെങ്കിൽ ആവശ്യമുള്ള സോഡിയം, ആവശ്യമുള്ള പൊട്ടാസ്യം, അത്തരത്തിലൊരു ആനുപാതികമുണ്ട്. അത്തരത്തിലുള്ള ആനുപാതികത്തിനനുസരിച്ച് അത് ഇത്ര ഗ്രാമിന് ഇത്ര എന്നുള്ള അളവിൽ ഈ ഉൽപ്പന്നം തയ്യാറാക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് റാഗി അല്ലെങ്കിൽ നമുക്ക് ചാമ, ഉദാഹരണം ചാമ എടുക്കുകയാണെങ്കിൽ ചാമയുടെ പുട്ട്, അതിനകത്ത് നമുക്ക് ചാമ അരിയും അതിൽ കൂടെ തന്നെ ഷുഗർ ഫ്രീ റൈസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉണക്കമുന്തിരി, ഉലുവ, അത്തരത്തിലൊരു പ്രത്യേക കൂട്ട് ഇതിനുണ്ട്. അതല്ലാതെ ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ വന്ന് കൊണ്ടുവന്നപ്പോ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ, റോ മെറ്റീരിയൽ ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളിലേക്ക് ഈ അവയർനെസ് കിട്ടുന്നുണ്ട്, പക്ഷെ യഥാർത്ഥ സാധനത്തിലേക്ക് ജനങ്ങൾ എത്തുന്നില്ല. അപ്പൊ യഥാർത്ഥ ഉൽപ്പന്നത്തിലേക്ക് ജനങ്ങൾ എത്തണമെങ്കിൽ ഇത്തരത്തിൽ ബോധവൽക്കരണം